ന്യൂ ഇയർ ആഘോഷിക്കാൻ ബുർജ് ഖലീഫയിലേക്ക് എത്തുന്നവർ ഡിസംബർ 31 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 4 മണിക്ക് മുമ്പ് തന്നെ ബുർജ് ഖലീഫയിലേക്കും ദുബായ് മോൾ അടക്കമുള്ള ഡൗൺ ടൗൺ ഏരിയയിലേക്കുമുള്ള പല വഴികളും അടയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടമായി 4 മണിക്ക് അടയ്ക്കുന്ന റോഡുകൾ ഇനി പറയുന്നവയാണ്: അൽ ഇസ്തിഖ്ബാൽ സ്ട്രീറ്റ്, അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റ്, ലോവർ ഫിനാൻഷ്യൽ സെൻറ്റർ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബൊളിവാർഡ്, ബുർജ് ഖലീഫ സ്ട്രീറ്റ്, അൽ അസായിൽ റോഡ്. രണ്ടാം ഘട്ടം എന്ന രൂപത്തിൽ രാത്രി 8 മണിയോടെ അൽ സുക്കൂക്ക് സ്ട്രീറ്റും അടയ്ക്കും. രാത്രി 9 മണിയോടെ അപ്പർ ഫിനാൻഷ്യൽ റോഡ് അടച്ചിടും. 12 മണിക്ക് ന്യൂ ഇയറിൻ്റെ ലോകം കാത്തിരിക്കുന്ന ഫയർ വർക്ക്സ് വിസ്മയങ്ങൾ ബുർജ് ഖലീഫയിൽ വിരിയുന്ന ആ മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ്, അതായത് ഡിസംബർ 31 ബുധൻ രാത്രി 11 മണിക്ക് ഷെയ്ഖ് സായിദ് റോഡ് ഭാഗികമായി അടയ്ക്കാൻ തുടങ്ങും. ചുരുക്കത്തിൽ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മുമ്പ് ബുർജ് ഖലീഫ പ്രദേശത്ത് കയറിപ്പറ്റുക എന്നർത്ഥം. ഇനി പലരും കരുതുന്നുണ്ടാവാം, മെട്രോയിൽ പോയി ദുബായ് മോൾ സ്റ്റേഷനിൽ ഇറങ്ങാമല്ലോ എന്ന്. എന്നാൽ വൈകുന്നേരം 5 മുമ്പ് തന്നെ യാത്രക്കാരുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ബുർജ് ഖലീഫ ദുബായ് മോൾ സ്റ്റേഷൻ അടയ്ക്കും. പിന്നെ തൊട്ടടുത്ത ബിസിനസ് ബേ സ്റ്റേഷനിലോ ഫിനാൻഷ്യൽ സെൻറ്റർ സ്റ്റേഷനിലോ ഇറങ്ങി നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതേസമയം മെട്രോയുടെ മൊത്തത്തിലുള്ള കാര്യം പരിഗണിച്ചാൽ റെഡ് ലൈനും ഗ്രീൻ ലൈനും ഡിസംബർ 31 ബുധനാഴ്ച രാവിലെ 5 മണി മുതൽ ജനുവരി 1 അർദ്ധരാത്രി 11:59 വരെ 43 മണിക്കൂർ ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ മെട്രോ ഓടിക്കൊണ്ടിരിക്കുമെന്ന് RTA അറിയിച്ചിട്ടുണ്ട്. ദുബായിലെ ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ അണിയണിയായി വരുന്നത് പരിഗണിച്ച് ഉദ്യോഗസ്ഥർ, വോളണ്ടിയർമാർ എന്നിങ്ങനെയായി 10,000-ലധികം പേർ വിന്യസിക്കപ്പെടും. പ്രധാനമായും ദുബായ് പോലീസ്, ഒപ്പം വിവിധ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1,800ഓളം വോളണ്ടിയർമാരും ഇതിൽ പങ്കാളികളാവും. സിവിൽ ഡിഫൻസിൽ നിന്ന്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനികളിൽ നിന്ന്, ആംബുലൻസ് ടീമുകളിൽ നിന്ന് ഒക്കെയായി ആയിരങ്ങളാണ് ദുബായിയുടെ പുതുവത്സര കാഴ്ചകൾ കെങ്കേമമാക്കാൻ സഹകരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും കാഴ്ചക്കാരായ നമ്മൾ ഓരോരുത്തരും സ്വയം പ്രതിബദ്ധതയുള്ളവരായി മാറണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.